കത്തിക്കും കത്തിക്കും ബീച്ച് കാലേജ് കത്തിക്കും. കത്തിക്കാൻ വേണ്ടി നിർത്തിയിട്ടേക്കുന്ന. അതെ ബ്രോ. ഒന്നാമത് കത്തല ബ്രോ. ഹലോ കത്തിക്കും 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 ഞങ്ങൾ കത്തിക്കും. സിഗരറ്റ് വലിക്കാൻ കത്തിക്കും. ചോദിച്ചാൽ നീ കേട്ടായിരുന്നോ? അയ്യ 6 മിനിറ്റ് പോലെ കോമൺ വണ്ടി കണ്ടപ്പോഴല്ലേ ബ്രോ നല്ല എങ്ങ് നോക്കുന്നേ. അതെ നിന്നോട് ചോദിച്ചില്ലല്ലോ ബ്രോ. ബ്രോ നമ്മള് മര്യാദക്കല്ലേ സംസാരിച്ചേ. പ്രവർത്തിക്കാൻ അറിയാം മുത്തേ കേട്ടാ. അപ്പാപ്പന്റെ പറയും അങ്ങനെ ഇങ്ങോട്ട്. അതെ സംഭവം എത്ര ഉള്ളൂ. ഞാനും വൃത്തിയും ബൈക്കിൽ വരുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം കത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കുറെ വണ്ടി കൂട്ടിയിട്ടേക്കുവാ. അപ്പൊ ബ്രോ കത്തിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അവൻ വേറെ അർത്ഥത്തിൽ എടുത്തിട്ട് എന്നാ നിനക്ക് കത്തിക്കാൻ തരുന്നത് നീ കത്തിക്കണം എന്റെ കൂട്ടത്തിൽ എടുത്ത വരുന്നത്. നമ്മുടെ ഫണ്ണായിട്ട് തന്നെ സംസാരിച്ചത്. പെട്ടെന്ന് അവൻ കയറി അങ്ങ് ട്രിഗറായി. അതായത് നമ്മള് നോർമലായിട്ട് സംസാരിച്ചിട്ട് അവൻ നോർമൽ ആവുന്നില്ല. അപ്പൊ കത്തിക്കാൻ പറ്റും നീ കത്തിക്കടാ നിനക്ക് എന്നെ കാണിക്കാൻ ഞാൻ കത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത്. അപ്പൊ പിന്നെ നമ്മളും വിട്ടുകൊടുത്തില്ല. കത്തിക്കാറെങ്കിൽ കത്തിക്കാൻ തന്നെ നിൽക്കുന്നത് കത്തിക്കൂന്ന് പറഞ്ഞു ഞങ്ങളും പറഞ്ഞു. എപ്പഴാ തെറിവിളിയായത്? തെറി അവനെ വിളിച്ചു അവന്മാരെ വിളിച്ചു. അതുകൊണ്ട് വൃത്തി ജസ്റ്റ് എന്തോ പറഞ്ഞിട്ടുണ്ട് കൂടെ. അല്ല നമ്മള് സോറി പറഞ്ഞു വിടുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സോറി പറയാൻ സോറി പറയാനുള്ള പൃഥ്വി ഇങ്ങോട്ട് വന്നേടാ. ഇങ്ങോട്ടാ ബ്ലൈസേ എടാ ഇങ്ങോട്ടോ. ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു കേട്ടാ. കൊടടിക്കാൻ തുടങ്ങുമ്പോ എല്ലാരും ഇട്ടിട്ട് പോയി സുകുമാരൻ. വണ്ടി വെച്ചിട്ട് കത്തിക്കോ സിറ്റി. എടാ നമ്മുടെ സൈഡിൽ നിന്ന് തെറിയെന്ന് പറയല്ലേ. ഇതിപ്പോ എന്ത് ഞാൻ ഇല്ല അവന്മാര് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വിടണം. നമ്മളെ അങ്ങനെ നോക്കി വെക്കേണ്ട കാര്യമുണ്ടോ? ജോണിയാ സമാധാനം എന്ന് പറഞ്ഞിട്ട് അത് ശരിയാണ്. നമ്മുടെ കൊറേ പേര് റേഡിയോയിലില്ല. അല്ല ഒരാളെന്തോ ഇല്ല. എടാ തെറി വിളിക്കല്ലേടാ. തെറി വിളിക്കല്ലേ. എടാ നീ പുറത്തോട്ടിറങ്ങ. നീ എന്നാ പുറത്തോട്ടിറങ്ങ. എന്നാ നീ ലീവ് ചെയ്യ്. അത് ലീവ് ചെയ്യ്. അതാ പറഞ്ഞ അടിക്കാൻ പറ്റത്തില്ല. എന്നാ ലീവ് ചെയ്യ്. എടാ ലീവ് ചെയ്യടാ. ജ്യൂസ് കൊണ്ട് മാറി. എടാ മൈക്ക് മാക്സ് ലീവ് ചെയ്യ. അവര് വിളിക്കട്ടെ. ഇല്ല കക്കശി അവര് വിളിക്കട്ടെ. ബാക്കി നമ്മുടെ സൈഡിൽ ലീവ് ചെയ്യും. ഇട്ടിച്ചാ അല്ലല്ലേ അവന്മാരെ തെറി വിളിക്കുക. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് വിളിക്കണ്ടെന്ന് പറയുക.
ഇങ്ങോട്ട് വിളിച്ചോണ്ടാണ് അങ്ങോട്ട് നീ വിളിച്ചത്. അല്ല അങ്ങോട്ട് ആരാ വിളിച്ചത്? നീയല്ലടാ തുടങ്ങിയ ആദ്യമേ നിങ്ങളല്ലേ തുടങ്ങിയത് ഇങ്ങോട്ട് വിളിച്ചോണ്ടാണ് അങ്ങോട്ട് വിളിച്ചത്. പുണ്യാളൻ അഗർബത്തീസ്. കുറച്ച് വണ്ടികള് ഇപ്പൊ അതെന്നാ എന്ത് വെച്ചും ഉണ്ടാക്കാപ്പോ കൊരിപ്പ് കൊതുക് തിരിന്റെ ആളാ കൊതുക് തിരി. എടാ നമ്മുടെ സൈഡിൽ നിന്നാണോ തെറിവിളി ആദ്യം തുടങ്ങിയേ? ഞങ്ങള് പറഞ്ഞിട്ടൊന്നും ഞങ്ങൾ പേര് വിളിക്കേണ്ട കാര്യം എന്താ? ഞങ്ങള് പേര് വിളിക്കുന്നത് മൈക്കൊക്കെ പോയിട്ട് സൗണ്ടൊക്കെ കുറവാ. ആരൊക്കെയാണ് തെറി വിളിക്കേണ്ടത്? മാറി മാറി സഹോദരന്മാരെ എന്താ പ്രശ്നം? ഇത് അടിക്കാൻ പറ്റത്തില്ല. എനിക്കിഷ്ടമല്ലടാ ഇങ്ങനെ നിന്ന് തെറി വിളിച്ചോണ്ടിരിക്കുന്നത്. വേണേ അടിച്ചിട്ട് രണ്ട് കണോണയ്ക്കാം, പക്ഷെ അടിക്കാനും പറ്റത്തില്ല. ഞാൻ പോയി സംസാരിച്ചു. അപ്പൊ പറഞ്ഞു ബ്രോ എന്തിനാ ബ്രോ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണോ വണ്ടി എന്ന് ചോദിച്ചു. അത് ഫണ്ണായിട്ട് മറ്റേ എന്നോട് സംസാരിച്ചവന് ഫണ്ണായിട്ട് ാണല്ലോ ഈ പൊടിക്ക് ചെറുക്കാൻ കത്തിക്കാൻ ഇട്ടേക്കുന്ന വണ്ടിയാണെന്നാണോ നീ പറഞ്ഞു വന്നേ? തുടങ്ങി. പിന്നെ ഉടനെ ഈ കുണ്ടച്ചി വണ്ടി ഉണ്ടാക്കാനും തുടങ്ങി. വെയിറ്റ് പാൽക്ക ഇത് നിങ്ങളെ പറഞ്ഞു ബാക്കി വണ്ടി ആൾക്കാരെ ഏറ്റവും കൂടുതൽ വണ്ടി നിങ്ങളുടെ സെപ്പറേറ്റ് വണ്ടി ആയിരുന്നില്ലേ? നിങ്ങളുടെ ഗ്യാങ് വണ്ടി മാത്രം കൂടി കിടന്നത്, ഒറ്റ ഗ്യാങ് വണ്ടി. പക്ഷേ ബ്രോ നമുക്ക് നമ്മുടെ ഗണ്ണ് പൂജ വെച്ചേക്കാം. നിങ്ങളൊരു 10 ഗണ്ണ് തരും. മാലാഖ അതൊക്കെ അവിടെ കേട്ടെ. നിങ്ങളുടെ സൈഡിൽ നിന്ന് സിറ്റുവേഷൻ പറഞ്ഞു. വണ്ടി ഇവിടെ നിർത്തിട്ട് കണ്ടുണ്ട്. എല്ലാത്തിനും നല്ല കത്തണുണ്ട്. എടാ എന്നാ ഒരു കാര്യം ചെയ്യും, ഇവന്മാര് പ്രശ്നം. എടാ ഒരു സെക്കൻഡ് നമ്മുടെ സൈഡിൽ നിന്ന് ഒന്ന് നിർത്തിയടാ, അവരുടെ അടുത്ത് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. സംസാരിച്ച് ഇടിച്ച് സംസാരിക്കും. എടാ ഒരു സെക്കൻഡ് ജസ്റ്റ് ഒന്ന് സംസാരിക്കട്ടെ അവരുമായിട്ട്. വേണ്ട സോറി ഒന്നും പറയണ്ട. അല്ല അവരെന്തോ പറയുന്നുണ്ട്, എന്താന്ന് നോക്കട്ടെ. പിന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. എടാ ഇത് പുറത്തിറങ്ങി അടിക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോടാ അടിക്കാൻ പറ്റത്തില്ലെന്ന്, അതാണ് പ്രശ്നം. ഞായറാഴ്ച വരെയാ. ഞായറാഴ്ച വരെ എനിക്കൊന്ന് മീറ്റിംഗ് ആയിരിക്കും അപ്പൊ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിനക്കറിയാലോ എനിക്ക് ഈ ഇങ്ങനെ തെറി വിളിക്കുന്ന അതൊന്നും ഇഷ്ടമല്ല. നേരെ പുറത്തോട്ടിറങ്ങി തല്ലിക്കൊന്ന് അവിടെ നിന്ന് കൊണയടിച്ചിട്ട് അങ്ങ് ലീവ് ചെയ്യാം. ഇതെന്തായാലും നമുക്ക് കൊടുക്കാം. ലീവ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അല്ലല്ല CM ആ സിറ്റുവേഷൻ കണ്ട, അത് ചുമ്മാ അവര് വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നതല്ലേ. സോറിയുടെ ഒന്നും ആവശ്യമില്ല. തെറി വിളിച്ചവരുടെ അടുത്ത് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് അല്ലാണ്ട് സിറ്റുവേഷൻ അല്ലല്ല നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മുടെ സൈഡ് മിസ്റ്റേക്ക് ഇല്ലല്ലോ. പിന്നെ ഒരു കുഴപ്പമില്ല.
ഓടല്ലേ പറ പാണക്കണ്ടികള് പട്ടി വേണം നിനക്ക് നീ മറ്റേ പേങ്ങൂട്ടി എന്തോ പറഞ്ഞില്ലേ അതെന്ത് പ്രശ്നമായിരുന്നു അതെന്തിനാ കിക്ക് ചെയ്തിനാ അഡ്മിനെ ഹെൽപ്പിട്ട് വിളിച്ചിട്ട് ഓക്കെ കൊണ്ടുവന്നതാ പറ്റൂല ലീഡർ പോയിട്ടുണ്ട് ഡമ്മി ലീഡർ പോയിട്ടുണ്ട് ഇനി വലിച്ചോരിക്കോ അതാ നല്ലത്. അതെ എടാ നിങ്ങൾ അവർക്കടുത്ത് പറയണം അവനൊക്കെ ചെറിയ ചീത്ത വിളിക്കുന്നത് നമ്മളൊക്കെ നല്ല കട്ടിക്ക് വിളിക്കും ഏജിലുള്ള പിള്ളേരെ ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് തെരുവിളിക്കാൻ അറിയാൻ മേലാത്തോണ്ടൊന്നുമല്ല, മനസ്സിലായി? അവർക്ക് തെരുവിളിക്കാൻ ഇരിക്കുന്നുണ്ടാ, മനസ്സിലായി? പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ നീയും നിന്റെ പിള്ളേരോട് നിൽക്കുന്നില്ല. പിന്നെ വേണ്ട, മനസ്സിലായി? ഇത് പോലെ കാണാനാണ് നീയൊക്കെ കണ്ടത്. അല്ലെ നമുക്ക് വെളിയിട്ടാ, മനസ്സിലായി? എന്നെ വെളി തീർത്താ. പിന്നെ ഏജിയിലുള്ള എല്ലാരെയും നാളെ ഇവിടെ തന്നെ കാണണം കേട്ടോ. നിങ്ങൾ എല്ലാരും നാളെ എല്ലാരും ഇവിടെ തന്നെ കാണണം. ഓക്കെ ഇവിടെ തന്നെ കാണണം. പുറത്തിറങ്ങാൻ